So hey guys, so once again welcome back to our brand new video. So ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്പയോണ്ടായാലും കണ്ട പോലെ തന്നെ ഇപ്പം നിങ്ങൾ ഈ ഒരു പ്രിവ്യൂ കണ്ട ആ ഒരു ഇൻട്രോയിലൊക്കെ നമുക്ക് കൈൻമാസ്റ്റർ യൂസ് ചെയ്ത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൂടെ നോക്കാനായിട്ട് പോകുന്നത്. സോ വളരെ സിമ്പിൾ ട്യൂട്ടോറിയലാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ഇൻട്രോയിലൊക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്ത് നോക്കാം. സോ വീഡിയോട്ട് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമ്മുടെ റോഡ് ടു 1K ആണ്. സോ പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇനി 100 സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടുകയാണെങ്കിൽ സോ 1K എന്ന് പറഞ്ഞ ബിഗ് മൈൽസ്റ്റോൺ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. സോ 1K ആവുകയാണെങ്കിൽ സോ ഗിവ് ആളൊക്കെ ഉണ്ടാകുന്നതാണ്. സോ PC ആണ്. ഓക്കെ, സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സോ ഷെയർ ചെയ്യുക. സോ പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. നമ്മൾ പെയ്ഡ് PC ഇൻട്രോസ് കാണലൊക്കെ സോ ഇൻസ്റ്റാഗ്രാം വഴി ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ പെയ്ഡ് ആയിട്ടാണ്. സോ താല്പര്യമുള്ളതാണെങ്കിൽ സോ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യുക. സോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ കൂടുതൽ ഇവിടെ ലെങ്ത് ആക്കുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോട്ട് പോവാം. ആ വരവേ ഒരൊന്നൊന്നര സ്റ്റൈലായിരിക്കും കുട്ടാ. അക്രമം വരാത്ത പക്ഷം ഞാൻ സൈലന്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ പിക്സൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം ഇമേജ് സൈസ് എന്നത് നമ്മൾ യൂട്യൂബ് ചാനൽ തമ്പനിൽ എന്ന റേഷ്യോയിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പം ബാനറാണ് ചെയ്തത്. സോ ജസ്റ്റ് നമുക്കൊന്ന് മാറിപ്പോയി ജസ്റ്റ് യൂട്യൂബ് ചാനൽ തമ്പനിൽ കൊടുക്കുക, അതിന് ഓക്കെ അടിക്കുക. സോ അതിനുശേഷം നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്യുക. സോ അതിന് ശേഷം നമ്മൾ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നിങ്ങളുടെ ലോഗോ, നിങ്ങളുടെ ആ ഒരു ഇൻട്രോയിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ PNG ബാക്ക്ഗ്രൗണ്ട് ഇറേസ് ചെയ്ത ലോഗോ ആയിരിക്കണം. സോ ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ ലോഗോ കൊണ്ടുവരികയാണ്. സോ അതിന് ശേഷം അത് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് കറക്റ്റായിട്ട് ചെറുതാക്കി വയ്ക്കുക. ഓക്കെ, ജസ്റ്റ് ആ ഒരു എന്താ പറയുക റീസൈസ് ചെയ്ത് കറക്റ്റായിട്ട് ചെറുതാക്കി വയ്ക്കുക. ഞാനിപ്പം ഇത്രയും ഒരു വലുതിലാണ് വയ്ക്കുന്നത്. സോ അതിനുശേഷം റിലേറ്റീവ് പൊസിഷനുകളിലൊക്കെ എടുത്തിട്ട് മാക്സിമം ഈ ഒരു ലോഗോ നിങ്ങൾ മിഡിലായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുമ്പം സോ അതിനുശേഷം നിങ്ങൾ എന്താ പറയുക സൈഡിലത്തെ ആ ഒരു ഓപ്ഷൻ ലിസ്റ്റ് കളർ എന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുക. സോ അതിനുശേഷം അതിൻ്റെ കളർ നിങ്ങൾ വൈറ്റ് കൊടുക്കും. ഓക്കെ, സോ വൈറ്റ് കൊടുത്ത് ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം ആ ഒരു ഷേപ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് സോ ജസ്റ്റ് ഷേപ്പ് കിട്ടും. സോ അതിനുശേഷം അതിൻ്റെ കളർ നിങ്ങൾ ഗ്രീൻ കൊടുക്കും. ഓക്കെ, ജസ്റ്റ് ഗ്രീൻ കൊടുക്കുക. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ലെയറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ലോഗോയുടെ താഴോട്ടേക്കായിട്ട് സെറ്റ് ചെയ്യുക. സോ അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ താഴത്തെ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഈ രണ്ട് ലെയർ ഒന്ന് മെർജ് ഡൗൺ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് മെർജ് ഡൗൺ ചെയ്യുക. സോ അതിനുശേഷം സൈഡിലത്തെ ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് റീസ് കളർ എന്ന ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. സോ അത് ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു ഔട്ട്പുട്ട് കിട്ടും. സോ ശേഷം ടോളറൻസ് ഒരു 50 ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ എന്താ പറയുക ബാക്ക്ഗ്രൗണ്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്സും ട്രാൻസ്പെറൻ്റ് ആയി കൊടുക്കുക. സോ ഇതേപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആസ് ഇമേജ് കൊടുക്കുക. സോ അൾട്രയിൽ ക്ലിക്ക് ചെയ്യുക. PNG എന്ന റേഷ്യോയിൽ സേവ് ചെയ്യുക. ഓക്കെ, സോ ഇപ്പോൾ അതിനുശേഷം നമ്മൾ കൈൻമാസ്റ്റർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം 16:9 എന്ന പ്രോജക്റ്റുകളൊക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ, സോ അതിനുശേഷം ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ടേക്ക് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ അത് വലിച്ച് ഏകദേശം അതിൻ്റെ ഡ്യൂറേഷൻ കൂട്ടി കൊടുക്കും. ഓക്കെ, സോ അതിനുശേഷം ലെയർ എടുക്കുക. ലെയർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ഗ്ലോസി വീഡിയോ ഉണ്ടാവും. സോ ഇതൊരു വീഡിയോ ആണ്, നമ്മുടെ ഗ്ലോസി റിഫ്ലക്ഷൻ പോലത്തെ ഒരു വീഡിയോ ആണ്. സോ നിങ്ങളൊന്ന് കൊണ്ടുവരിക. സോ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്ത് ഇതേപോലെ ഇരിക്കുന്നത്. സോ അതിനുശേഷം ഒന്നുകൂടി നിങ്ങൾ ലെയർ ക്ലിക്ക് ചെയ്യുക. നമ്മൾ പിക്സൽ ലാബിൽ സേവ് ചെയ്ത് വെച്ച ആ ഒരു പ്രോജക്റ്റ് അത് നിങ്ങളുടെ കൊണ്ടുവരിക. സോ കൊണ്ടുവരുമ്പം ഇതേപോലെ ആയിട്ടായിരിക്കും ജസ്റ്റ് അത് നിങ്ങൾ സ്ക്രീനിൻ്റെ ഫുള്ളായിട്ട് കൊടുക്കുക. സോ അതിനുശേഷം നിങ്ങൾ ആ ഒരു ടിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ ജസ്റ്റ് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ആ ഒരു എന്താ പറയുക ഗ്ലോസി GPGയുടെ ആ ഒരു MP4 ഫുള്ളായിട്ട് തന്നെ കൊടുക്കുക. സോ അതിനുശേഷം ഒന്നുകൂടി ലെയർ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം നിങ്ങളുടെ ലോഗോ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. സോ അതിനുശേഷം നമ്മുടെ അതിൻ്റെ ഒരു മുകളിലേക്കായിട്ട് ഈ ഒരു ലോഗോ കറക്റ്റായിട്ട് തന്നെ ഒന്ന് പ്ലേസ് ചെയ്യുക. നിങ്ങൾ നേരത്തെ ആ ഒരു പിക്സൽ ലാബിൽ ചെയ്ത അതേ ലോഗോ തന്നെയാണ് കൊണ്ടുവരേണ്ടത്. സോ പിക്സൽ ലാബിൽ ചെയ്തതല്ല, പക്ഷേ ആ ഒരു PNG ലോഗോ നിങ്ങളുടെ ആ ഒരു PNG ലോഗോ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. സോ എക്സ്റ്റെൻഡ് ചെയ്ത് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ അതിനുശേഷം അതിൻ്റെ ബ്ലെൻഡിങ് നിങ്ങൾ സ്ക്രീനിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു ഗ്ലോയിങ് പോലെ ആയിട്ട് നമ്മുടെ ലോഗോ കിട്ടും. ഓക്കെ, സോ ഇതേപോലെ ചെയ്യുക. സോ അതിനുശേഷം നിങ്ങളുടെ ആ ഒരു റിഫ്ലക്ഷൻ MP4 ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് കിട്ടും. സോ അതിൻ്റെ ഒപ്പാസിറ്റി നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൺട്രോൾ ചെയ്യാം. സോ ഞാനിപ്പം ജസ്റ്റ് ഇത്രയും ഒപ്പാസിറ്റിയാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത്. സോ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പണി കഴിഞ്ഞു. സോ അതിനുശേഷം ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ബാക്കി വരുന്ന ഭാഗം ട്രിം ചെയ്തിട്ട് സോ മുകളിലത്തെ ആ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ജസ്റ്റ് ആ ഒരു എക്സ്പോർട്ടിൻ്റെ ആരോ മാർക്കാണ്. സോ ഇതിൻ്റെ ഡ്യൂറേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എല്ലാം സെറ്റാണ്. അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ സേവ് എന്ന് പറയുന്ന ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് സോ ഈ ഒരു പ്രോജക്റ്റ് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഹൈ ക്വാളിറ്റിയിലോട്ട് എക്സ്പോർട്ട് ചെയ്യുക. സോ ഈ ഒന്നുകൂടി
ഒന്നുകൂടി കൈൻ മാസ്റ്റർ ഓപ്പൺ ചെയ്യുക. സോ അതിനുശേഷം 16:9 എന്ന എക്സ്പെക്ടേഷനിലേക്ക് സെലക്ട് ചെയ്യുക. സോ അതിനുശേഷം ഇതുപോലത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ കൊണ്ടുവരിക. സോ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അതിൻ്റെ ഡ്യൂറേഷൻ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്ര സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ജസ്റ്റ് നിങ്ങൾ ലെയർ എടുത്തിട്ട് സോ ഇവിടെ താഴെ സ്ക്രീൻ ബോക്സിലായിട്ട് പാക്കിങ്ങിൽ തന്നെ ഈ ഒരു ഇൻട്രോയുടെ ടെംപ്ലേറ്റ് കാണാനായിട്ട് പറ്റും. സോ ഇതാണ് നമ്മുടെ ടെംപ്ലേറ്റ്. ഇമ്പോർട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഈ ഒരു ഇതിൽ സ്പ്ലിറ്റ് സ്ക്രീനിൽ പോയിട്ട് ഇത് ഫുള്ളായിട്ട് കൊടുക്കുക, സ്ക്രീനിൽ സെറ്റ് ആവുന്ന രീതിയിൽ കൊടുക്കുക. സോ അതിനുശേഷം ഒന്നുകൂടി നിങ്ങൾ ലെയർ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പം കൈൻ മാസ്റ്ററിലൂടെ ആ ഒരു എന്താ പറയുക ഗ്ലോയിങ് ഇഫക്റ്റ് കൊടുത്ത ആ ഒരു സംഭവം ഇങ്ങോട്ട് കൊണ്ടുവരിക. അതിനുശേഷം ക്രോമാക്കി എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് അത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഗ്രീൻ സ്ക്രീൻ പോകുന്നതായിരിക്കും. സോ അതുകൊണ്ടാണ് നമ്മൾ ഗ്രീൻ സ്ക്രീൻ ചെയ്ത് നോക്കി. സോ അതിനുശേഷം നിങ്ങൾ ബ്ലെൻഡിങ് എടുത്തിട്ട് സ്ക്രീൻ എന്ന് കൊടുക്കുകയാണെങ്കിൽ സോ സ്ക്രീൻ എന്ന് കൊടുക്കും. ഓക്കെ, സോ അതിനുശേഷം നമ്മുടെ ആ ഒരു ഇഫക്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തോട്ടായിട്ട് വരുന്ന പോലെ ഇരിക്കും. സോ ആ ഒരു സ്ക്രീൻ നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മുടെ ആ ഒരു ടെംപ്ലേറ്റ് ആ ഒരു ബ്ലാസ്റ്റ് ആവുന്ന ഭാഗത്ത് കറക്റ്റായിട്ട് ടൈം ലൈൻ കൊണ്ടുവച്ചതിന് ശേഷം ജസ്റ്റ് അവിടെ നമ്മുടെ ഈ ഒരു ലോഗോ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യുക. സോ അതിനുശേഷം ആ ഒരു എന്താ അതിൻ്റെ ആ ഒരു ടൈം ലൈനും കറക്റ്റായിട്ട് ആ ഒരു ബ്ലാസ്റ്റ് ആവുന്ന അടുത്ത് തന്നെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം ഒന്നുകൂടി നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് മുകളിലോട്ടേക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ പ്ലേ ചെയ്യണം, കറക്റ്റായിട്ട് വരും. സോ അതിനുശേഷം ജസ്റ്റ് നമുക്ക് ഇതിന് ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ ക്ലിക്ക് ചെയ്യുക. സോ അതിനുശേഷം റബ്ബർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞ ആനിമേഷൻ സെലക്ട് ചെയ്തതിന് ശേഷം സോ 0.5 ഏറ്റവും ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ അതിൻ്റെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. സോ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ സോ ഒരു പക്ക ഡ്രോപ്പ് ഡൗൺ ആനിമേഷൻ ആയിരിക്കും ഇതിന് കിട്ടുന്നത്. നമ്മുടെ ആ ഒരു ലോഗോ അവിടെ നിന്ന് ഡ്രോപ്പ് ഡൗൺ അതായത് ഇടിക്കുന്ന ആ ഒരു എഫക്റ്റ് അതിന് കിട്ടും. സോ ഇതുപോലെ ചെയ്യാം. ഓക്കെ, സോ അതിനുശേഷം ജസ്റ്റ് ബാക്കി വരുന്ന സംഭവം കുറച്ചൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുക. സോ അത്രയാണ് ഈ ഒരു ഇൻട്രോയുടെ പണിയെന്ന് പറയുമ്പം. സോ അതിനുശേഷം ജസ്റ്റ് അതിൻ്റെ ഔട്ട് ആനിമേഷൻ നമ്മൾ ഫെയ്ഡ് എന്ന് കൊടുക്കാൻ മറക്കാതിരിക്കുക. സോ അതിനുശേഷം നമ്മൾ പ്ലേ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു ഇൻട്രോ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ചാനൽ ഇൻട്രോ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. സോ അതിന് മുന്നേ നമ്മൾക്കിത് എക്സ്പോർട്ട് ചെയ്യണം. സോ അതിൻ്റെ ആ ഒരു ബാക്കി വരുന്ന ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ജസ്റ്റ് സ്പ്ലിറ്റ് ആസ് പ്ലേ ആയിട്ട് കൊടുക്കുക. സോ അതിനുശേഷം ബാക്കി വരുന്ന ദിവസം ഡിലീറ്റ് ചെയ്തതിന് ശേഷം സോ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, സോ അത്രയാണ് എനിക്ക് ഒരു വീഡിയോകളൊക്കെ എന്താ തോന്നുന്നത്. സോ ഈ വീഡിയോകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സോ ഇതിനും കൂടുതൽ കണ്ടൻസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെൽസൊന്ന് പ്രസ് ചെയ്യുക. സോ നമ്മുടെ ചാനൽ ഇപ്പം റോഡ് ടു 1K ആണ്. സോ ഇനി 100 സബ്സ്ക്രൈബേഴ്സും കൂടി കിട്ടുകയാണെങ്കിൽ സോ 1K എന്ന് പറയുന്ന ബിഗ് മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ചെയ്യാം. സോ മാക്സിമം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. സോ അത്രയാണ് പറയാനായിട്ടുള്ളത്. സോ അടുത്തൊരു കിടക്കാച്ച് വേണ്ടി കണ്ടുകൂട്ടാം. സോ ഇറ്റ്സ് മീ ഡെവിൾസ് സൈനിങ് ഔട്ട്. താൻ സബ്സ്ക്രൈബ് ചെയ്തോ? യെസ് സർ. ഇവനോ? ചെയ്യിച്ചു സർ. ബെല്ലൈക്കൺ ഞെക്കിന്ന് പറടാ. ഞെക്കി സർ. ഗുഡ് സർ.